അങ്ങനെ നമ്മൾ ഓണവിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഉത്രാടപ്പാച്ചിലാണ്. അതിൻ്റെയൊക്കെ തിരക്കിലാണ് മലയാളികളുള്ളത്. ഓണച്ചന്തകളിലൊക്കെ തിരക്കേറുന്നൊരു സാഹചര്യം. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് സുലേഖയായിരുന്നു ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് ആളുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിൽ തന്നെയാണ്. ഇനി കോഴിക്കോട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. ചേതൻ ചേരുന്നുണ്ട്. ചേതൻ, എങ്ങനെയാണ് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ? ചന്തകൾ ഇപ്പോഴും തിരക്കേറുകയാണോ? കാരണം വൈകുന്നേരം ആകുന്തോറും തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിപ്പോൾ നാളെ, അതായത് ഈ നേരം പുലർക്കുമ്പോൾ തിരുവോണമാണ്. എങ്ങനെയാണ് ചേതൻ കോഴിക്കോട് വിശേഷങ്ങൾ? തീർച്ചയായും ഭദ്ര, ആദ്യം തന്നെ എല്ലാവർക്കും തന്നെ ഓണാശംസകൾ നേരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഏറ്റവും തിരക്കേറിയ സ്ഥലത്താണ്. SM സ്ട്രീറ്റിലാണ്, മിഠായി തെരുവിലാണ് നിൽക്കുന്നത്. ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. ഈ ജനപ്രവാഹം തന്നെയാണ്. ഉത്രാടപ്പാച്ചിൽ എന്ന ആ വാക്കിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള ദൃശ്യങ്ങൾ. ആൾക്കാർ, ജനപ്രവാഹം തന്നെയാണ് ഇവിടെ. ഇന്ന് നമുക്ക് എടുത്ത് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നല്ല വെയിലാണ്. ആ വെയിൽ പോലും ആ ഒരു ചൂടുണ്ട്, നല്ല രീതിയിൽ ഇവിടെ ചൂടുണ്ട്. പക്ഷേ അതൊക്കെ അവഗണിച്ചാണ് ജനങ്ങൾ അവസാനവട്ട ഉത്രാടപ്പാച്ചിലിലേക്ക്, അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കിടക്കുന്നത്. ഇവിടെ ഈ ഒരു പാത നടന്നാൽ ഇഷ്ടം പോലെ കടകളാണ്. ധാരാളം പേരാണ് ഇവിടെ ഒഴുകിയെത്തുന്നത്. ഈ കാണുന്ന ഈ കണ്ണാളുകൾ ചേട്ടാ, ഇതിനെത്ര വില? എത്ര? ഇതൊക്കെ 100-150 റുപ്യ ആ റേഞ്ചൊക്കെ ഉള്ളൂ. അത്രയ്ക്കും വില കുറവാണ്. ഓണക്കാരൊക്കെ ഓഫറാ, ചെരുപ്പിനും എല്ലാത്തിനും. പുറത്തുനിന്ന് ഒരു 200-300 റുപ്യ കിട്ടുന്ന സാധനമൊക്കെയാണ് ഇവിടെ വെറും 100-150 റുപ്യൊക്കെ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവിടെ കിട്ടാത്ത ഒരു സാധനമുള്ള അത്രയും ഇത് നടന്നാൽ മൊബൈൽ സാധനങ്ങളായിക്കോട്ടെ, കൂളിംഗ് ഗ്ലാസ്, അതുപോലെ തന്നെ ചെരുപ്പായിക്കോട്ടെ, വസ്ത്രങ്ങളായിക്കോട്ടെ, മറ്റ് ഫാൻസി ആഭരണങ്ങളൊക്കെ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു കലവറ തന്നെയാണ് ഇവിടെ. ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങ് വന്ന് പ്രളയം പോലെ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയാണ്. ഇവിടെ കാണുന്നത് ഒരു വസ്ത്രത്തിന്റെ ഒരു കടയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം? അടിപൊളി. കച്ചവടമൊക്കെ എങ്ങനെ? കച്ചവടം നല്ല കച്ചവടം. അതാണ് ഇവിടെ വന്നവർ എല്ലാവരും നല്ല ഉഗ്രം കച്ചവടം. അടിപൊളിയാ. എന്താ പറയാനുള്ളത്? ഓണപ്രാവശ്യം പൊളിച്ചത്. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞോ? സാധനങ്ങൾ അടിപൊളി. സാധനങ്ങളൊക്കെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയോ? ഹാപ്പി. അതാണ് എല്ലാവരും മുഖത്തൊരു പുഞ്ചിരി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നാളത്തെ തിരുവോണത്തെ വരവേൽക്കാൻ കാണുന്ന ആ ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പലതരം കച്ചവടങ്ങളുണ്ട്. ഇവിടെ വന്നാൽ തന്നെ നമുക്ക് ഓണത്തിന് വേണ്ട പല വസ്ത്രങ്ങൾ ഉൾപ്പെടെ പല സാധനങ്ങളും ഏറ്റവും ചീപ്പ് റേറ്റിലാണ് ഇവിടെ ലഭ്യമാക്കുന്നത് എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, ഓണം ജാതി മത അതൊന്നുമില്ലാതെ എല്ലാവരും മലയാളികൾ ഒന്നായി ആഘോഷിക്കുന്ന വലിയ ആഘോഷമാണ് ഓണം. തീർച്ചയായും എല്ലാ ജനങ്ങളും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഏറ്റവും വലിയ എടുത്തു പറയേണ്ടത് മഴ വിട്ടുനിന്നു എന്നതാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോഴിക്കോട് നല്ല മഴ ഉണ്ടായിരുന്നു. ഇന്ന് ഉത്രാടത്തിൽ ആ മഴ വില്ലനായി അവതരിച്ചില്ല എന്നാണ് ഏറ്റവും വലിയ ആശ്വാസം. അത് കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ്. കഴിഞ്ഞ ദിവസം മഴ സമയത്ത് ഞാനിവിടെ വന്നിരുന്നു. അവിടെ ഇവിടുത്തെ കച്ചവടക്കാരോടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ ഈ മഴ വരുമ്പോഴാണ് ഇവരുടെ കച്ചവടമൊക്കെ വലിയ തോതിൽ ഇടിയുന്നത് എന്നാണ് ഇവർ നമ്മളോട് പങ്കുവെച്ചത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാം. ധാരാളം പേരാണ് ഇങ്ങോട്ട് എത്തുന്നത്. ചേട്ടാ, ഇതിനെത്ര വില? എത്രയാ? 690. എങ്ങനെ കച്ചവടമൊക്കെ? നല്ല കച്ചവടം, അടിപൊളി കച്ചവടം. നല്ല ആളുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ലേശം കുറവാണ്, എന്നാലും കുഴപ്പമില്ല. കച്ചവടം ഉണ്ട്, നല്ല കച്ചവടം ഉണ്ട്. മഴ ഒരു പ്രശ്നമാണോ? മഴ ചെറുങ്ങനെ പെയ്തിട്ടുള്ളൂ, ഓവറായിട്ട് പെയ്തിട്ടില്ല. ഇന്നലെ ചെറുങ്ങനെ ഉണ്ടായിരുന്നു, ആളിറങ്ങുന്ന സമയത്തായിരുന്നു മഴ ചെയ്തത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതാണ് എല്ലാവർക്കും ഒരു ഹാപ്പി മൊമെൻ്റ് ആണ്. എല്ലാവരും നാളത്തെ തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടി വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടമായിക്കോട്ടെ, മറ്റ് ചെരുപ്പുകൾ, മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ. എല്ലാവരും ആ ഒരു ഓണത്തിനെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കുള്ളത്. ചേച്ചി, എങ്ങനെ എല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങി. എല്ലാം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയോ? വാങ്ങി. എല്ലാവർക്കും വാങ്ങി. മാളിക്കടവ് മോരിക്കര. എല്ലാ വർഷവും ഇവിടെ മിഠായി തെരുവിൽ വരുമോ? വരലുണ്ട്. ഓണം വിഷു വരും. അതാണ് എല്ലാവരും അതിൻ്റെ ഒരു ഹാപ്പിയിലാണ്, ഒരു ഹാപ്പി മൊമെന്റിലാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഓണം? സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങി. എന്താ പറയാനുള്ളത്? എല്ലാ ഓണം പൊടി പിടിക്കുകയാണ്. കുറെ ആൾക്കാരുണ്ട്. വർഷങ്ങളെ എല്ലാ വർഷവും വരാറുണ്ട്. ഈ നാട്ടുകാരനല്ലേ? അതെ. ഹാപ്പിയാണ്. തീർച്ചയായും ഭദ്ര, എല്ലാവരും ഇത് ഇങ്ങോട്ടേക്ക് നടക്കുന്നതോടുകൂടി അതിൻ്റെ തിരക്ക് വർദ്ധിച്ച് വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പലതരം ഫാൻസി
പലതരം ഫാൻസി ഐറ്റങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളായിക്കോട്ടെ എല്ലാം വളരെ മിതമായ രീതിയിൽ ലഭിക്കുമെന്നാണ് ഇവിടെയുള്ളൊരു പ്രത്യേകത. സ്വാഭാവികമായി എല്ലാവരും ഇങ്ങോട്ടേക്ക് ഇരിച്ചെത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരുടെയും മുഖത്ത് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എങ്ങനെ ഓണത്തെ സാധനങ്ങളൊക്കെ കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം മഴ വിളക്കാക്കിയെന്നുള്ളൂ. കച്ചവടമൊക്കെ തെറ്റില്ല, ദൈവത്തിന് കച്ചവടങ്ങളൊക്കെ തെറ്റില്ല. അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. വലിയ അപ്പം ഇന്ന് ആള് രസം കുറവാണ്. നായറാക്ക് അത് പറഞ്ഞു, ഞാൻ പറഞ്ഞേക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞു. അങ്ങനെ അറക്കിന്റെ കിട്ടിയ സെൻസിനെ അതുപോലെ ലോകം കണ്ട ആൾക്കാരാ. മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിയോ? വസ്ത്രങ്ങളൊക്കെ? വസ്ത്രമൊക്കെ വാങ്ങി എല്ലാ ഒരുവിധ വീട്ടിൽ ഓണല്ല കിട്ടുമ്പോ വല്ല പണിയാക്കുകയാണ്. പിന്നെ എന്താ അത് നോക്കുന്നില്ല, പോയിട്ട് അവർക്ക് ജീവിക്കണ്ടേ. വോട്ടാട്ടെ കുഴപ്പമൊന്നുമില്ല. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? എല്ലാ വർഷവും വരും. ഈ നാട്ടുകാരല്ല? അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓണമായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ഇവിടെ കോഴിക്കോടുകാർക്ക് ഈ മിഠായി തെരുവിൽ ഒന്ന് വന്ന് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കും. അത് അവരുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികം ഇനിയും നടന്നാൽ അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ ജനങ്ങൾ ഉണ്ട് എന്നാണ് പ്രത്യേകത. ഏതായാലും എല്ലാവരും മുഖത്ത് സന്തോഷം മാത്രം. കുട്ടികൾ എങ്ങനെയാ ഓണം സാധനങ്ങളൊക്കെ വാങ്ങിയോ? വെറുതെ വന്നതാണ്. അച്ഛനമ്മയ്ക്ക് എല്ലാവർക്കും ഒരു ഇതാണ് ഭദ്ര നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. എല്ലാവരും മുഖത്ത് സന്തോഷം. നാളെ തിരുവോണം അതിന് വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട്ടുകാർ. ഭദ്ര. അതെ, തീർച്ചയായും കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് SM സ്ട്രീറ്റ് എന്ന് പറയുന്ന മിഠായി തെരുവ്. എന്തായാലും ഓണത്തോടനുബന്ധിച്ച് തന്നെ വളരെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ വളരെയധികം ഹാപ്പിയിലാണ്